Hello everyone, welcome to Groww Malayalam. Personal finance is an important topic. We will discuss our viewers in our investment portfolio. What stock ഈ ഉത്തരമാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ചോദ്യത്തിനുള്ള ഉത്തരം പറയുന്നതിലൂടെ നമ്മൾ ഇനി പറയാൻ പോകുന്ന ടോപ്പിക്കുകളെല്ലാം ഡിസ്കസ് ചെയ്യും. ഒന്നാമത്തേത് പോർട്ട്ഫോളിയോ ബിൽഡിംഗ് എന്താണ്, രണ്ടാമത്തേത് ഡൈവേഴ്സിഫിക്കേഷൻ എന്താണ്, ഇമ്പോർട്ടൻസ് ഓഫ് ഡൈവേഴ്സിഫിക്കേഷൻ എന്താണ്, മൂന്നാമത്തെ കാര്യം നമ്മൾ ആദ്യത്തെ ചോദ്യം തന്നെ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് പോർട്ട്ഫോളിയോക്കകത്ത് എത്ര തരം സ്റ്റോക്കുകൾ നമ്മൾ വാങ്ങി സൂക്ഷിക്കേണ്ടതുണ്ട്. ആൻഡ് അവസാനത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇതിനു വേണ്ടി എങ്ങനെയാണ് നമ്മൾ ക്യാപിറ്റൽ അലോക്കേഷൻ നടത്തേണ്ടത്. നമ്മൾ ഇതിനു വേണ്ടി പൈസ ഇറക്കുമല്ലോ, അപ്പോൾ ഓരോ സ്റ്റോക്കുകളിലും അല്ലെങ്കിൽ പലതരം സ്റ്റോക്കുകളിൽ എങ്ങനെയാണ് നമ്മുടെ ക്യാപിറ്റൽ അലോക്കേറ്റ് ചെയ്യേണ്ടത്. ഈ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ്. സോ തുടങ്ങുന്നതിന് മുൻപ് ഈ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ഓർമ്മപ്പെടുത്തുകയാണ്. പേഴ്സണൽ ഫിനാൻസും സ്റ്റോക്ക് മാർക്കറ്റും ഇൻവെസ്റ്റിംഗ് ഒക്കെ ബന്ധപ്പെട്ട ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വാളിറ്റി കോണ്ടന്റ്സ് ഓരോ ദിവസവും നമ്മൾ ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. എല്ലാ വീഡിയോസും നിങ്ങളിലേക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരണമെങ്കിൽ ആ ബെൽ ഐക്കൺ കൂടെ പ്രസ് ചെയ്യുക. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ടുഡേയ്സ് വീഡിയോ. കഴിഞ്ഞ 2 വർഷത്തെ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിന്റെ പെർഫോമൻസ് എടുത്തു നോക്കുമ്പോൾ നല്ല ഉയർച്ചയും നല്ല താഴ്ചകളും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പല ആളുകളും ഈ സമയത്ത് ചില പ്രത്യേക സ്റ്റോക്കുകളിൽ മാത്രം ഇൻട്രസ്റ്റ് കാണിക്കുകയും അവയിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇനി വേറെ ചില ആളുകൾ ഭയങ്കര ജാഗ്രത കാണിച്ച് ഈ ഉയർച്ച താഴ്ചകൾ കണ്ട് ചെറിയ പേടിയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ വളരെ കുറച്ച് പൈസ മാത്രം ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാരുമുണ്ട്. എന്തായാലും 2 കേസുകൾ നമ്മൾ പറയാം, ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒന്നാമത്തെ കേസ്, ഏതെങ്കിലും ഒരു സ്റ്റോക്കിൽ അല്ലെങ്കിൽ വളരെ കുറച്ച് സ്റ്റോക്കിൽ മാത്രം കയ്യിലുള്ള എല്ലാ പൈസയും ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു കൂട്ടം ആളുകൾ. മറ്റൊരു കൂട്ടം ആളുകൾ എന്ന് പറയുന്നത് ടൂ മണി സ്റ്റോക്സ്, അതായത് ഒരുപാട് സ്റ്റോക്കുകളിൽ പണം ഇൻവെസ്റ്റ് ചെയ്യുന്ന മറ്റൊരു കൂട്ടം ഇൻവെസ്റ്റേഴ്സ്. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ 2 തരം ഇൻവെസ്റ്റ്മെന്റുകളും മിസ്റ്റേക്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. നമ്മുടെ കയ്യിലുള്ള പണം മുഴുവൻ ഏതെങ്കിലും ഒരു സ്റ്റോക്കിലോ അല്ലെങ്കിൽ കുറച്ച് സ്റ്റോക്കിലോ മാത്രം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പണം നഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി അതേസമയം ഏതെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനിൽ വളരെ കുറച്ച് പൈസ മാത്രം ഇൻവെസ്റ്റ് ചെയ്താലോ അതുകൊണ്ട് നമുക്ക് കാര്യമായ നേട്ടം ഉണ്ടാക്കാൻ പറ്റില്ല, ഗെയിൻസ് ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം നമ്മൾ കുറച്ച് പൈസ മാത്രമേ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൂ, സ്വാഭാവികമായിട്ടും നമുക്ക് കിട്ടുന്ന ഗെയിൻസും വളരെ കുറവായിരിക്കും. അപ്പോൾ ഇത് 2 കൊണ്ടും നമുക്ക് കാര്യമില്ല. നമ്മൾ അവിടെ ചെയ്യേണ്ടത് നല്ല ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഒരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കുക എന്നതാണ്. അപ്പോൾ ആദ്യം എന്താണ് പോർട്ട്ഫോളിയോ? ഈ പോർട്ട്ഫോളിയോ എന്ന വാക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഒന്നിലധികം കാര്യങ്ങൾ ഇട്ട് സൂക്ഷിച്ചു വെക്കുന്ന ഒരു കളക്ഷനെ നമുക്ക് പോർട്ട്ഫോളിയോ എന്ന് വിളിക്കാം. ഇപ്പോൾ ഫയലുകൾ സൂക്ഷിക്കുന്ന ഒരു കവർ നമ്മൾ പോർട്ട്ഫോളിയോ എന്ന് വിളിക്കാറുണ്ട്. ഇൻവെസ്റ്റിംഗിലേക്ക് വരുമ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകളുടെ ഒരു കളക്ഷനെ നമുക്ക് എന്ത് വിളിക്കാം? നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് പോർട്ട്ഫോളിയോ ആണ് എന്ന് പറയാം. അപ്പോൾ നമ്മുടെ പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫൈ ചെയ്യണമെന്നാണ് നമ്മുടെ ഒന്നാമത്തെ പോയിന്റ്. അപ്പോൾ എന്താണ് ഡൈവേഴ്സിഫിക്കേഷൻ, അതെങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യമാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. സോ ഡൈവേഴ്സിഫിക്കേഷൻ ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ഡൈവേഴ്സിഫിക്കേഷൻ. ഡൈവേഴ്സിഫിക്കേഷൻ എന്ന ഇംഗ്ലീഷ് വാക്കിന്റെ മലയാള അർത്ഥം എന്താ? വൈവിധ്യവൽക്കരണം എന്നാണ് അല്ലേ. അപ്പോൾ ഇൻവെസ്റ്റ്മെന്റിൽ ഡൈവേഴ്സിഫിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു അസറ്റിൽ മാത്രം നമ്മുടെ എല്ലാ പൈസയും ഇൻവെസ്റ്റ് ചെയ്യാതെ പലതരത്തിലുള്ള വ്യത്യസ്ത തരത്തിലുള്ള പരസ്പരം റിലേറ്റ് ചെയ്യാത്ത അസറ്റുകളിൽ ഇൻവെസ്റ്റ്മെന്റ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നതിനാണ് ഡൈവേഴ്സിഫിക്കേഷൻ എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ ഡൈവേഴ്സിഫൈ ചെയ്യുമ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു അസറ്റ് ക്ലാസിന്റെ വില താഴോട്ട് പോയാലും അപ്പുറത്ത് നമുക്ക് മറ്റ് അസറ്റ് ക്ലാസ്സുകളുണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്, അതിന്റെ വില ഉയർന്നു പോകുമ്പോൾ ഇതിൽ നിന്നുണ്ടായിട്ടുള്ള നഷ്ടം അതുകൊണ്ട് നമുക്ക് നികത്താൻ സാധിക്കും. നേരെ മറിച്ച് നമ്മുടെ മുഴുവൻ ഇൻവെസ്റ്റ്മെന്റും നമ്മൾ നടത്തിയിട്ടുള്ളത് ഏതെങ്കിലും ഒരൊറ്റ അസറ്റിൽ മാത്രമാണെങ്കിൽ ആ അസറ്റിന് സംഭവിക്കുന്ന നഷ്ടം നമ്മളെ ഭയങ്കരമായിട്ട് ബാധിച്ചേക്കാം, അതിനുള്ള സാധ്യത കൂടുതലുമാണ് അല്ലേ. അതുകൊണ്ടാണ് നമ്മൾ ഡൈവേഴ്സിഫൈ ചെയ്യണം എന്ന് പറയുന്നത്. ഡൈവേഴ്സിഫിക്കേഷന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ 2 തരം റിസ്കുകളെ കുറിച്ച് പറയണം. ഒന്നാമത്തേത് സിസ്റ്റമാറ്റിക് റിസ്ക്കും രണ്ടാമത്തേത് അൺസിസ്റ്റമാറ്റിക് റിസ്ക്കും. ഈ സിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൊത്തം എക്കോണമിയെ, സാമ്പത്തിക രംഗത്തിനെ ബാധിക്കുന്ന കാര്യങ്ങൾ മൂലം ഉണ്ടാകുന്ന റിസ്ക് ആണ്. അതിപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇൻഫ്ലേഷൻ, ഉയരുന്ന പലിശ നിരക്ക്, പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി അല്ലെങ്കിൽ COVID-19 പാൻഡമിക് പോലെയുള്ള പ്രകൃതി ദുരന്തങ്ങളാവാം. ഇതൊക്കെ തന്നെ നമ്മുടെ എക്കോണമിയെ മൊത്തത്തിൽ ബാധിക്കും. ഇത് ഏതെങ്കിലും ഒരു വ്യക്തിക്കോ ഒരു കമ്പനിക്കോ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് മാർക്കറ്റിലെ എല്ലാ കമ്പനികളെയും എല്ലാ ഇൻഡസ്ട്രികളെയും ഇത്തരത്തിലുള്ള റിസ്കുകൾ ബാധിക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ സ്റ്റോക്കുകളിൽ ഡൈവേഴ്സിഫൈ ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രം ഇത്തരം റിസ്കുകളിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, രക്ഷപ്പെടാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റോക്കുകൾക്ക് പുറത്തേക്ക് നമ്മൾ ഡൈവേഴ്സിഫിക്കേഷൻ വ്യാപിപ്പിക്കണം. ഉദാഹരണത്തിന് ഗോൾഡ് പോലെയുള്ള ഇൻസ്ട്രുമെന്റ്സിൽ കൂടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. സാധാരണഗതിയിൽ സ്റ്റോക്ക് മാർക്കറ്റ് താഴേക്ക് പോകുമ്പോൾ ഗോൾഡിന്റെ വില ഉയരാറുണ്ട്. കാരണം ഗോൾഡ് ഒരു സേഫ് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ആളുകൾ കരുതുന്നത് കൊണ്ട് എല്ലാവരും അതിൽ പോയി ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ഈ സ്റ്റോക്കുകൾക്ക് പുറമെ ഇത്തരത്തിലുള്ള ഇൻസ്ട്രുമെന്റ്സ് കൂടെ ആഡ് ചെയ്താലാണ് ശരിക്കും നമ്മൾ നല്ല ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഒരു പോർട്ട്ഫോളിയോ ഉണ്ടാവുകയുള്ളൂ. ബാഡ് ടൈംസിൽ ഇത് നമ്മളെ നന്നായിട്ട് സഹായിക്കും. അടുത്തത് അൺസിസ്റ്റമാറ്റിക് റിസ്ക് ആണ്. ഈ റിസ്ക് എന്ന് പറയുന്നത് ഏതെങ്കിലും സ്പെസിഫിക്
കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന റിസ്കുകളാണ്. അതുകൊണ്ട് തന്നെ ഇത് എല്ലാ ഇൻഡസ്ട്രികളെയും ഒരുപോലെ ബാധിക്കണമെന്നില്ല. ഏതെങ്കിലും ഒരു സ്പെസിഫിക് ഇൻഡസ്ട്രി ആയിരിക്കും ബാധിക്കുന്നുണ്ടാവുക. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഇവിടെ സ്റ്റോക്കുകൾ ഡൈവേഴ്സിഫൈ ചെയ്താൽ തന്നെ നമുക്ക് ഈ റിസ്കിനെ മറികടക്കാൻ സാധിക്കും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് 2 ഇൻഡസ്ട്രികൾ എടുക്കാം. ഫാർമ ഇൻഡസ്ട്രിയും FMCG ഇൻഡസ്ട്രിയും, ഫാസ്റ്റ് മൂവിംഗ് കൺസ്യൂമർ ഗുഡ്സ് ഇൻഡസ്ട്രിയും. ഇതിൽ ഫാർമ ഇൻഡസ്ട്രിയെ സംബന്ധിച്ച് ഒരു ദിവസം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പറയുകയാണ്, ഒരു പ്രത്യേക ഡ്രഗ് ഇനി മുതൽ ഇന്ത്യയിൽ വിൽക്കാൻ പാടില്ല, അത് ബാൻ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഫാർമ കമ്പനികൾ ഇത് ബാധിക്കും. സ്വാഭാവികമായിട്ടും ഫാർമ ഇൻഡസ്ട്രിയിൽ മാത്രം ഫോക്കസ് ചെയ്ത് അതിന് കീഴെ വരുന്ന കമ്പനികളിൽ മാത്രം ഇൻവെസ്റ്റ്മെന്റ് നടത്തിയ ഒരാൾക്ക് വൻ നഷ്ടമുണ്ടാവും ആ സമയത്ത് അല്ലേ. അതേസമയം ഫാർമ ഇൻഡസ്ട്രിയിലും FMCG ഇൻഡസ്ട്രിയിലും ഇൻവെസ്റ്റ് ചെയ്ത ഒരാളെ സംബന്ധിച്ച് ഫാർമ ഇൻഡസ്ട്രിയിൽ ആൾക്ക് കുറച്ച് നഷ്ടം വന്നു കഴിഞ്ഞാലും FMCG ഇൻഡസ്ട്രി നല്ല രീതിയിൽ പോകുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നേട്ടം കൊയ്യാൻ പറ്റും. സാധാരണഗതിയിൽ FMCG ഇൻഡസ്ട്രി ഒരു സേഫ് ഇൻഡസ്ട്രി ആയിട്ടാണ് ആളുകൾ കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെ ഇങ്ങനെയൊന്നും അതിനെ റിസ്കുകൾ ബാധിക്കാറില്ല എന്നുള്ളത് കൊണ്ട്. അപ്പോൾ നമ്മുടെ പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫൈ ചെയ്യേണ്ടതിന്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോർട്ട് ടേമിലേക്കുള്ള റിസ്കുകൾ കുറക്കുക, അതേസമയം ലോങ് ടേമിലേക്ക് റിട്ടേൺസ് മാക്സിമൈസ് ചെയ്യുക എന്നതാണ്. നമ്മുടെ കയ്യിൽ ഇപ്പോൾ കുറേ മുട്ടകൾ ഉണ്ടെന്ന് വിചാരിക്കുക, ആൻഡ് കുറേ ബാസ്ക്കറ്റ്സും ഉണ്ട്, കുറേ കൊട്ടകളുണ്ട്. നമ്മൾ ഈ എല്ലാ മുട്ടകളും ഒരു കൊട്ടയിൽ മാത്രം ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു ബാസ്ക്കറ്റിന് വല്ലതും സംഭവിച്ചു കഴിഞ്ഞാൽ ആ മുഴുവൻ മുട്ടയും തട്ടി പൊട്ടാൻ സാധ്യതയുണ്ട്. അതേസമയം ഇത് പല കൊട്ടകളിലായിട്ട് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കൊട്ടയിലുള്ള മുട്ടകൾക്ക് എന്ത് സംഭവിച്ചാലും മറ്റു ബാസ്ക്കറ്റുകൾക്ക് പ്രശ്നമില്ലാത്തടത്തോളം കാലം ആ മുട്ടകൾ സേഫ് ആയിരിക്കും അല്ലേ. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട്, ഡോണ്ട് പുട്ട് ഓൾ യുവർ എഗ്സ് ഇൻ എ സിംഗിൾ ബാസ്ക്കറ്റ് എന്ന്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇൻവെസ്റ്റിംഗിലേക്ക് വരുമ്പോഴുള്ള കാര്യം. നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് പലതരം സ്റ്റോക്കുകളിലായി പലതരം ഇൻഡസ്ട്രികളിലായിട്ട് ഡൈവേഴ്സിഫൈ ചെയ്യുമ്പോൾ അൺസിസ്റ്റമാറ്റിക് റിസ്കുകളിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, രക്ഷപ്പെടാൻ പറ്റുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പോയിന്റ്. ഇനി അതേസമയം തന്നെ ഈ ഡൈവേഴ്സിഫിക്കേഷൻ ഓവർ ആയാലും പ്രശ്നമാണ്. ഒരുപാട് സ്റ്റോക്കുകൾ ഇൻവെസ്റ്റ് ചെയ്ത് വിചാരിക്കുക, പലതരം ഇൻഡസ്ട്രികളിലായിട്ട് ഒരുപാട് സ്റ്റോക്കുകൾ ഇൻവെസ്റ്റ് ചെയ്താലുള്ള പ്രശ്നം എന്താണ്? നമുക്കറിയാം, ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു തവണ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മിണ്ടാതിരിക്കാൻ പറ്റുന്ന ഒരു പരിപാടിയല്ല. നമ്മൾ എന്തിനാണോ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് ആ സ്റ്റോക്കുകളെ കൃത്യമായി മോണിറ്റർ ചെയ്യണം, ട്രാക്ക് ചെയ്യണം. ആ ഇൻഡസ്ട്രിയിലും അതുമായി ബന്ധപ്പെട്ട മറ്റു മേഖലകളിലൊക്കെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് പഠിക്കണം, അറിയണം. അതിനനുസരിച്ച് നമ്മുടെ ഡിസിഷൻസ് മാറ്റേണ്ടി വരും അല്ലേ. അപ്പോൾ ഒരു പരിധിയിൽ കൂടുതൽ ഡൈവേഴ്സിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഇൻഡസ്ട്രികളും ഒരുപാട് കമ്പനികളുമായിരിക്കും നമ്മുടെ മുമ്പിൽ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നീണ്ടു നിവർന്ന് കിടക്കുന്നത്. ഇത് നമ്മളെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. സോ ടു മച്ച് ഡൈവേഴ്സിഫിക്കേഷനും ഒരു നല്ല കാര്യമല്ല. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സ്റ്റോക്കുകളെ കുറിച്ചും ഇൻഡസ്ട്രിയെ കുറിച്ചും ഇൻഫോർമേഷൻ കിട്ടാൻ നമുക്ക് വളരെയധികം എളുപ്പമാണ്. അതേസമയം റിസർച്ച് ചെയ്യാൻ വളരെയധികം കഴിവുമുണ്ട് എന്നുണ്ടെങ്കിൽ ഡൈവേഴ്സിഫിക്കേഷൻ കുറച്ച് ചെയ്താലും മതി. കാരണം നമുക്ക് കൃത്യമായിട്ട് അറിയാം എന്താണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ഇൻഡസ്ട്രിയിലും സ്റ്റോക്കിലും സംഭവിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ. സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് നന്നായിട്ട് പഠിക്കുകയും നല്ല എക്സ്പീരിയൻസ് ഉണ്ടാവുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഇത്തരത്തിൽ ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യാനും അതുപോലെ തന്നെ റിസർച്ച് ചെയ്യാനുള്ള കഴിവ് ലഭിക്കും. അപ്പോൾ നമുക്ക് ഡൈവേഴ്സിഫിക്കേഷൻ കുറച്ച് കൊണ്ടുവരാനും സാധിക്കും. അപ്പോൾ ഇനി നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് വരാം. നമ്മുടെ പോർട്ട്ഫോളിയോയിൽ എത്ര സ്റ്റോക്കുകൾ ഉണ്ടാവേണ്ടതുണ്ട് എന്ന ചോദ്യം. മിക്ക എക്സ്പേർട്സും പറയുന്നത് 25 മുതൽ 30 വരെ സ്റ്റോക്കുകളാണ് നമ്മുടെ പോർട്ട്ഫോളിയോയിൽ നമ്മൾ സൂക്ഷിക്കേണ്ടത് എന്നാണ്. പക്ഷേ മറ്റൊരു വാദമുള്ളത് ഇത്രയും ആവശ്യമില്ല, വളരെ കുറച്ച് സ്റ്റോക്കുകൾ മാത്രം സൂക്ഷിച്ചാൽ മതി എന്നുമാണ്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ വാരൻ ബഫറ്റ് എന്ന ഫേമസ് ഇൻവെസ്റ്റർ ഇത്തരത്തിലുള്ള കോൺസെൻട്രേറ്റഡ് പോർട്ട്ഫോളിയോയിൽ വിശ്വസിക്കുന്ന ആളാണ്. അദ്ദേഹം വളരെ കുറച്ച് സ്റ്റോക്കുകൾ മാത്രം ഇൻവെസ്റ്റ് ചെയ്ത് അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന വ്യക്തിയാണ്. പക്ഷേ നമ്മളെ പോലെയുള്ള റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് ഒരു പക്ഷേ ഇത് അത്ര പ്രാക്ടിക്കൽ ആയിക്കൊള്ളണമെന്നില്ല. കാരണം നമ്മൾ വെറും 5-6 സ്റ്റോക്കുകൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ ആ സ്റ്റോക്കുകൾക്ക് എന്തെങ്കിലും പ്രശ്നം സംഭവിക്കുന്ന സമയത്ത് നമ്മളെയും അത് ഭയങ്കരമായിട്ട് ബാധിക്കും. നമ്മുടെ മുഴുവൻ പൈസയും അതോടുകൂടി പോകാനുള്ള സാധ്യതയുണ്ട്. വാരൻ ബഫറ്റിനെ സംബന്ധിച്ച് ഒരുപാട് ഇൻഫർമേഷൻസ് ഗ്യാദർ ചെയ്യാനും അത് മോണിറ്റർ ചെയ്യാനും ഒക്കെയുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ട്. പക്ഷേ അത് നമുക്ക് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. നമ്മളെ പോലെയുള്ള റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഒരു പക്ഷേ നമ്മൾ എത്ര റിസർച്ച് ചെയ്താലും ഒരു കമ്പനിയുടെ ബിസിനസ് മോഡൽ പഠിച്ചു, അതിനെക്കുറിച്ചുള്ള ബാക്കി എല്ലാ കാര്യങ്ങളും പഠിച്ച് മനസ്സിലാക്കിയാൽ പോലും ആ കമ്പനിക്ക് അകത്ത് നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. എത്രമാത്രം ഇൻഫോർമേഷൻസ് നമുക്ക് കിട്ടുന്നോ അത്രമാത്രം ഇൻവെസ്റ്റ്മെൻറ്റും നമുക്ക് നടത്താം എന്നുള്ളതാണ് ഫാക്ട്. പക്ഷേ ഇതിനുള്ള സാധ്യത റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് വളരെ കുറവാണ്. നമ്മളെ സംബന്ധിച്ച് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ക്യാപിറ്റൽ പോകാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. നമ്മുടെ കയ്യിൽ നമ്മുടെ മുടക്കുമുതൽ ഉള്ളിടത്തോളം കാലം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് വെച്ച് ഗ്രോ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നഷ്ടപ്പെടുത്തുന്ന യാതൊരു വഴിയിലേക്ക് നമ്മൾ പോകാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെ പോലെ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഏറ്റവും നല്ലത് കോൺസെൻട്രേറ്റഡ് പോർട്ട്ഫോളിയോനേക്കാളും കുറച്ചുകൂടി ഡൈവേഴ്സിഫൈഡ് ആയ പോർട്ട്ഫോളിയോയിലേക്ക് പോകുന്നതാണ്. ഇനി നമ്മൾ ഓവർ ഡൈവേഴ്സിഫിക്കേഷനെ കുറിച്ചുകൂടി സംസാരിക്കേണ്ടതുണ്ടല്ലോ. 40, 50, 60 ഒക്കെ സ്റ്റോക്കുകൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്താണ്? ഇവിടെ നമ്മുടെ ഗെയിൻസ് കുറയും എന്നുള്ളതാണ്. അതെങ്ങനെയാണ് സംഭവിക്കുന്നത് നമുക്കൊരു എക്സാമ്പിൾ വെച്ച് നോക്കാം. നമ്മുടെ പോർട്ട്ഫോളിയോയിൽ 50 സ്റ്റോക്കുകളാണ് നമ്മൾ സൂക്ഷിക്കുന്നത് വിചാരിക്കുക. ഇതിൽ ഓരോ സ്റ്റോക്കുകളിലും നമ്മൾ 2000 രൂപ വീതം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ മൊത്തം 1 ലക്ഷത്തിന്റെ പോർട്ട്ഫോളിയോ ആണ് നമ്മുടെ കയ്യിലുള്ളതെന്ന് വിചാരിക്കുക. ഇതിൽ ഒരു സ്റ്റോക്ക് നമുക്ക് 100% റിട്ടേൺസ് തരുന്നു. പെർസെൻറ്റേജ് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും. പക്ഷേ ആക്ച്വലി 2000 രൂപയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 100% എന്ന് പറയുമ്പോൾ 2000 രൂപ തന്നെയാണ് നമുക്ക് കിട്ടുന്ന റിട്ടേൺസും.
ഇത് നമ്മുടെ മൊത്തം ഇൻവെസ്റ്റ്മെന്റ്, അതായത് 1 ലക്ഷത്തിന്റെ വെറും 2% മാത്രമാണ് എന്ന് ആലോചിക്കുക. അതേസമയം നമ്മൾ ഈ 50 എന്നുള്ളത് കുറച്ച് ഒരു 25-30 സ്റ്റോക്കുകളാക്കി മാറ്റി 2000-ൽ കൂടുതൽ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് കിട്ടുന്ന 100% എന്ന് പറയുന്ന റിട്ടേൺസ് പോലും വളരെ വലിയ എമൗണ്ട് ആയിരിക്കും. മാത്രവുമല്ല, ഈ 50 സ്റ്റോക്കുകളിലെ ബാക്കി പല സ്റ്റോക്കുകളും ഒരുപക്ഷെ മോശം പെർഫോമൻസ് കാഴ്ചവെക്കാം. അവിടെ ഇതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യും, നഷ്ടവും ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ ടൂ മച്ച് ഡൈവേഴ്സിഫിക്കേഷനും നല്ല കാര്യമല്ല. അപ്പോൾ ഡൈവേഴ്സിഫിക്കേഷൻ ചെയ്യുമ്പോൾ നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ചില റൂൾസ് ഉണ്ട്, നമ്മൾ മനസ്സിൽ സൂക്ഷിക്കേണ്ട ചില തമ്പ് റൂൾസ്. അതെന്തൊക്കെയാണെന്നാണ് ഇനി പറയാൻ പോകുന്നത്. നമ്മുടെ ടോട്ടൽ പോർട്ട്ഫോളിയോയുടെ 10% കൂടുതൽ ഏതെങ്കിലും ഒരു സ്റ്റോക്കിൽ മാത്രമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. അടുത്തത്, നമ്മുടെ പോർട്ട്ഫോളിയോയുടെ 20% കൂടുതൽ ഏതെങ്കിലും സെക്ടറിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻഡസ്ട്രിയിലോ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. അടുത്തത്, നമ്മുടെ പോർട്ട്ഫോളിയോയുടെ ഒരു 10% എടുത്തിട്ട് സേഫ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഗോൾഡ്. മറ്റൊന്ന്, ETF-കളിലും ഇൻഡെക്സ് ഫണ്ടുകളിലും നിക്ഷേപിക്കാൻ മറക്കാതിരിക്കുക. ആൻഡ് ദ ലാസ്റ്റ് വൺ, നമ്മുടെ റിസ്ക് ടോളറൻസ് മാറി വരുന്നതിനനുസരിച്ച് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് അലോക്കേഷൻസും മാറ്റിക്കൊണ്ടിരിക്കുക. റിസ്ക് ടോളറൻസ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് റിസ്ക് എടുക്കാനുള്ള താല്പര്യം അല്ലെങ്കിൽ അതിനുള്ള മനോഭാവത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ നമ്മുടെ ഇൻകം അല്ലെങ്കിൽ നമ്മുടെ പ്രായം ഇതൊക്കെ അനുസരിച്ച് നമുക്ക് റിസ്ക് എടുക്കാനുള്ള ആ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ടോളറൻസ് മാറിക്കൊണ്ടിരിക്കും. അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ അസറ്റ് അലോക്കേഷൻ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് അലോക്കേഷൻ എന്ത് ചെയ്യണം, മാറ്റിക്കൊണ്ടിരിക്കണം. അപ്പോൾ 25 മുതൽ 30 വരെ സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ആവശ്യത്തിന് ഡൈവേഴ്സിഫിക്കേഷനും ആവശ്യത്തിന് കോൺസെൻട്രേഷനും നമുക്ക് നൽകും എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. മാത്രമല്ല, റിസ്കുകളെ കുറിച്ച് മനസ്സിലാക്കുന്തോറും നമുക്ക് കൂടുതൽ നന്നായി ഇൻവെസ്റ്റ് ചെയ്യാനും കഴിയുമെന്നുള്ളത് മറ്റൊരു പോയിന്റ് ആണ്. അപ്പോൾ 4 ഫാക്ടേഴ്സ് ആണ് നമ്മൾ മനസ്സിൽ സൂക്ഷിക്കേണ്ടത്. ഒന്നാമത്തേത് ക്യാപിറ്റൽ, രണ്ടാമത്തേത് റിസ്ക്, മൂന്നാമത്തേത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന റിട്ടേൺസ്, നാലാമത്തേത് നമ്മൾ എത്ര കാലം ഇൻവെസ്റ്റ്മെന്റ് തുടരാൻ ആഗ്രഹിക്കുന്നു എന്ന ടൈം ഹൊറൈസൺ. ഇത് 4നെ കുറിച്ചും കൃത്യമായ ധാരണയുണ്ടെങ്കിൽ നല്ല മികച്ച ഒരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ എത്ര സ്റ്റോക്കുകൾ ഉണ്ട് എന്ന് കമന്റ് ചെയ്യാമോ? അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും മാറ്റം നിങ്ങൾ വരുത്താൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതുകൂടി ഷെയർ ചെയ്താൽ വളരെയധികം സന്തോഷം. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒപ്പം തന്നെ നമ്മുടെ ഈ വീഡിയോസ് ഒക്കെ തന്നെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമുള്ളതാണെന്ന് ഓർപ്പിക്കുകയാണ്. ഈ വീഡിയോകളിൽ നമ്മൾ പറയുന്ന എക്സാമ്പിൾ ആയിട്ട് എടുക്കുന്ന കമ്പനീസ് അല്ലെങ്കിൽ ഇൻഡസ്ട്രീസ് നമ്മൾ ബൈ ഓർ സെൽ റെക്കമെൻഡേഷന് വേണ്ടി നൽകുന്നതല്ല, പ്യുവർ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമുള്ളതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.